നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിലമ്പൂരിൽ മത്സരിക്കില്ല, UDFന് പിന്തുണ. പിണറായി സത്തിന്റെ അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നയം വ്യക്തമാക്കി അൻവർ. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന PV അൻവർ. UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്പീക്കർക്ക് രാജി നൽകിയതിന്റെ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് വെളിപ്പെടുത്തൽ. ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടിന് നേരെ പെട്രോൾ ബോംബേറ്, 2 തൊഴിലാളികൾക്ക് പരിക്ക്. പാലക്കാട് ഒറ്റപ്പാലത്ത് പെട്രോൾ ബോംബേറിൽ 2 തൊഴിലാളികൾക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റ കോഴിക്കോട് സ്വദേശികളായ നിർമ്മാണ തൊഴിലാളികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുന്നംകുളത്ത് കാർ ഷോറൂമിൽ തീപിടുത്തം, ആളപായമില്ല. കുന്നംകുളം കമ്പിപ്പാലത്ത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന സ്ഥാപനത്തിൽ തീപിടുത്തം. ഇൻഡസ് മോട്ടോഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ട്രൂ വാല്യൂ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഹണി റോസിന്റെ പരാതി, ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുവാൻ പോലീസ് നീക്കം. ഹണി റോസ് നൽകിയ രഹസ്യമൊഴി പരിശോധിച്ച ശേഷമാണ് BNS 509 വകുപ്പ് ഉൾപ്പെടുത്തുവാൻ നീക്കം ആരംഭിച്ചത്. പുറകെ നടന്ന് ശല്യപ്പെടുത്തിയെന്ന വകുപ്പാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പുതിയതായി കൂട്ടിച്ചേർക്കുക. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. പത്തനംതിട്ട പീഡനം. ജനറൽ ആശുപത്രിയിലെ ബാത്റൂമിൽ വെച്ച് പെൺകുട്ടി കൂട്ടമാനഭംഗത്തിനിരയായി 4 പേർ ഉപദ്രവിച്ചു. FIRൽ ഞെട്ടിക്കുന്ന വിവരം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി കൂട്ടമാനഭംഗത്തിനിരയായ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. ഇന്ന് 11 പേരുടെ അറസ്റ്റ് കൂടിയാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി വരെ 28 പേരായിരുന്നു ദളിത് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അറസ്റ്റിലായിരുന്നത്. ഇന്ന് നേരം പുലരുമ്പോഴേക്കും അത് 39ആയി. ഇലന്തട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത്. 9 പേരാണ് ഇവിടെ അറസ്റ്റിലായത്. പത്തനംതിട്ട, മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോരുത്തരും അറസ്റ്റിലായി. അൻവറിന്റെ പിന്തുണ സ്വാഗതാർഹം. സ്ഥാനാർത്ഥി ആരെന്നത് പാർട്ടി സംവിധാനം തീരുമാനിക്കും. രമേശ് ചെന്നിത്തല. PV അൻവർ UDFന് പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല. അൻവറിന്റെ പിന്തുണ സ്വാഗതാർഹം. PV അൻവറിന് മുൻപിൽ വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. അൻവർ UDFനെ രേഖാമൂലം അറിയിക്കുമ്പോൾ ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ
പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് പിടിച്ചെടുക്കും. അൻവറിന്റെ രാജി ഗൌരവതരമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അൻവറിന്റെ രാജി വളരെ ഗൌരവതരമാണ്. പിണറായി വിജയനെ പിതൃസ്ഥാനിയായി കണ്ടയാളാണ് രാജിവെക്കുന്നത്. സർക്കാരിന്റെ മോശം പ്രവർത്തനങ്ങൾ കണ്ടാണ് രാജി. മുൻപ് സെൽവരാജ് രാജിവെച്ചതുപോലെയാണിതും. CPM രാഷ്ട്രീയ ജീർണതയാണ് പ്രകടമാകുന്നത്. നിലമ്പൂർ വിജയം കൂടി പൂർത്തിയാക്കിയാകും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിണങ്ങിക്കഴിയുന്ന ഭാര്യയെ ശബരിമലയിൽ നിന്നുള്ള പ്രസാദം നൽകാനായി വിളിച്ചുവരുത്തി വെട്ടിക്കൊന്നു യുവാവ് പിടിയിൽ. പിണങ്ങിക്കഴിയുകയായിരുന്ന ഭാര്യയെ ആളുകൾ നോക്കി നിൽക്കെ വെട്ടിക്കൊന്ന യുവാവ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ മേടവാക്കം കൂഡ്റോഡ് ബസ് സ്റ്റോപ്പിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. 37-കാരിയാണ് ഭർത്താവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മേടവാക്കത്ത് ഒരു ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയായിരുന്ന ജ്യോതിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ജ്യോതിയുടെ ഭർത്താവ് മണികണ്ഠനാണ് അറസ്റ്റിലായിട്ടുള്ളത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.